നാരായണ. കട്ടായിപ്പോയി. എന്താ കാരണം അറിയില്ല. കട്ടായിപ്പോയതാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 നാരായണ. അപ്പോൾ 65, 66 ദശകങ്ങൾ നമ്മൾ കണ്ടത് രാസക്രീഡയുടെ ആദ്യ ഭാഗം. 65 ഭഗവാൻ വേണുഗാനം ചെയ്തതും ഗോപികമാർ എല്ലാം മറന്ന് എല്ലാം ഉപേക്ഷിച്ച് അവശരായി പരവശരായി ഭഗവാന്റെ അടുത്തേക്ക് വ്യത്യസ്ത വസ്ത്രാഭരണങ്ങളായി വന്നു ചേർന്ന രംഗമാണ് കണ്ടത്. അത് കഴിഞ്ഞ ദശകം 66-ാം ദശകം ആദ്യ ഭാഗം 2-3 ശ്ലോകങ്ങളിൽ ഭഗവാൻ ഗോപികമാരെ വിപരീതമായി പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ, നിരാശപ്പെടുത്തുന്നത് പോലെ സംസാരിച്ച് അവരെ മടക്കി പറഞ്ഞയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗോപികമാര് വന്ന കാര്യം നിശ്ചയിച്ചിട്ടാണ്. എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വന്നവരാണ്. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് അവർ കെഞ്ചി. അങ്ങനെ ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു എന്നും വിവിധങ്ങളായ ചേഷ്ടകളെ കൊണ്ട് ഗോപികമാരെ സന്തോഷിപ്പിച്ചു. അവരെ ചേർത്ത് പിടിച്ചും തലോടിക്കൊണ്ടും ചുംബനാദികളെ കൊണ്ടും കേളി വാക്കുകളെ കൊണ്ടും പലതരത്തിൽ ഗോപികമാർക്ക് സന്തോഷത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു 66-ാം ദശകം. അങ്ങനെ ഗോപികമാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കൊടുത്തതായിട്ടുള്ള സമയത്ത് ഗോപികമാരുടെ ഉള്ളിൽ ഒരു മതം ഉണ്ടായി. അഹങ്കാരം, ഗർവം. ഞങ്ങളുടെ സൗന്ദര്യം കൊണ്ടും ഞങ്ങളുടെ കേമത്വം കൊണ്ടും ഞങ്ങളിൽ വശംവദനായാണ്, ഞങ്ങളുടെ അധീനനായിട്ടാണ് ഈ കൃഷ്ണൻ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കത്രയും കേമത്വമുണ്ട്, സാമർഥ്യമുണ്ട്. കൃഷ്ണൻ ഞങ്ങളുടെ കാമുകനാണ്, അഥവാ അദ്ദേഹത്തിന് ഞങ്ങളുടെ നേർക്ക് കാമം ഉണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയോ സാധിക്കാനുണ്ട്, സുഖിക്കാനുണ്ട് എന്ന് സാധാരണ ഒരു പ്രാകൃത മനുഷ്യന് ഉണ്ടാകുന്ന പോലെയുള്ള ചിന്തകൾ ഭഗവാനും ഉണ്ടാകും എന്ന് ഈ സ്ത്രീകൾ ധരിച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭഗവാനെ കരുതി തങ്ങളിൽ ആകൃഷ്ടനാണ്, തങ്ങളുടെ വശംവദനാണ് എന്നുള്ള ഒരു അഭിമാനം ആ ഗോപികമാർക്കുണ്ടായപ്പോൾ സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാന് അറിയാതിരിക്കൂ. ഭഗവാൻ അവരുടെ ആ മതം നീക്കിക്കൊടുക്കാനായിക്കൊണ്ട് അന്തർദാനം ചെയ്തു എന്ന് പറയണ ആദ്യത്തെ 2 ശ്ലോകങ്ങളെ കൊണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ ഉള്ള ആശയം തന്നെയാണ്. ശ്രീമദ് ഭാഗവതത്തിൽ 29-ാം അധ്യായത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്.
സ്ത്രീകൾ ഓരോരുത്തരും ഭൂമിയിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ മാനിനികൾ, ഏറ്റവും വലിയ സുന്ദരികൾ, എല്ലാ യോഗ്യതകളും തികഞ്ഞവർ എന്നൊക്കെയുള്ള വിചാരം അവരുടെ ഉള്ളിലുണ്ടായി. അതുകൊണ്ടാണ് ഭഗവാൻ ഞങ്ങളുടെ അടുത്ത് വശംവദരായി വന്നിരിക്കുന്നത് എന്ന് അവർ വിചാരിച്ചുവെന്നും അവരുടെ ആ സൗഭഗമതം മനസ്സിലാക്കിയ ഭഗവാൻ, അവരുടെ മാനത്തെ മനസ്സിലാക്കിയ ഭഗവാൻ അതിനെ പ്രശമിപ്പിക്കുവാൻ, അവരുടെ ഉള്ള് ശുദ്ധമാക്കുവാൻ ഭഗവാൻ അന്തർദാനം ചെയ്തു എന്ന് 29-ാം അധ്യായം ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആശയമാണ് ഇവിടെ 1ഉം 2ഉം ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. 1-ാമത്തെ ശ്ലോകം: സ്ഫുരൽ പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമമാനന്ദപരം പ്രപന്നാഃ മഹാന്തമാപുർമദമംബുജക്ഷ്യഃ. സ്ഫുരൽ പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമമാനന്ദപരം പ്രപന്നാഃ മഹാന്തമാപുർമദമംബുജക്ഷ്യഃ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മഹാന്തം ആപുഹു മദം അംബുജാക്ഷ്യഃ. അംബുജാക്ഷ്യഃ, അംബുജാക്ഷിമാർ, താമരക്കണ്ണികൾ, ആ സുന്ദരികൾ മഹാന്തം മദം ആപുഹു. മഹാന്തം മദം ആപുഹു, മഹത്തായ അഹങ്കാരത്തെ, വലിയ അഹങ്കാരത്തെ പ്രാപിച്ചു ആ താമരക്കണ്ണികൾ, സുന്ദരികൾ. അപ്പം അവർ സുന്ദരികളായതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ ഗർവമുണ്ടായി എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഗർവമുണ്ടായത്, എന്താ കാരണം എന്നതാണ് ആദ്യത്തെ 3 വരിയിൽ പറയുന്നത്. സ്ഫുരൽ പരാനന്ദ രസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമം ആനന്ദപരം പ്രപന്നാഃ അംബുജാക്ഷ്യഃ മഹാന്തം മദം ആപുഹു. അപ്പൊ സ്ഫുരൽ പരാനന്ദ രസാത്മകേന ത്വയാ എന്ന് പറയുന്നുണ്ട്. മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ നോക്കി പറയണം, ഹേ ഗുരുവായൂരപ്പ, ത്വയാ, അങ്ങയാൽ. എങ്ങനെയുള്ള അങ്ങയാൽ? സ്ഫുരൽ പരാനന്ദ രസാത്മകേന. പരാനന്ദ രസാത്മകനാണ് അങ്ങ്, പരമാനന്ദ രസസ്വരൂപൻ, സച്ചിദാനന്ദ രസസ്വരൂപൻ. അങ്ങനെയുള്ള അത് സ്ഫുരത്, സ്ഫുരത് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, നല്ലതുപോലെ വ്യക്തമായിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ പ്രകാശിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാനന്ദ അനുഭവ സ്വരൂപനായ ത്വയാ അങ്ങയോടുകൂടെ സമാസാദിത ഭോഗലീലാഹ. സമാസാദിതം സമ്യക് ആസാദിതം, നന്നായി സുഖമായി പ്രാപിച്ചത് എന്താണ്? ഭോഗലീലാഹ, ക്രീഡിക്കുവാനുള്ളതായിട്ടുള്ള ആ അവസരം ഉണ്ടായി. ഭഗവാനുമായിട്ട് സുഖമായിട്ട് ക്രീഡിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു ആ ഗോപസ്ത്രീകൾക്ക്. അങ്ങനെ അസീമം ആനന്ദപരം പ്രപന്നാഹ, അവരെങ്ങനെയായി? അസീമം, സീമമില്ലാത്ത, സീമയില്ലാത്ത, അതിരില്ലാത്ത ആനന്ദപരം, ആനന്ദത്തിന്റെ ആധിക്യത്തെ, പരമാനന്ദത്തെ പ്രപന്നാഹ, പ്രാപിച്ചവരായി ഗോപികമാർ. അപ്പൊ അവർക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി. ലോകത്തിൽ ആരും അനുഭവിക്കാത്ത ആനന്ദം ആ ഗോപികമാർ അനുഭവിച്ചു. പക്ഷെ വേണ്ടത്ര പക്വത ആയിട്ടില്ലാത്തത് കൊണ്ട്, കുറച്ചുകൂടി മൂക്കാനുള്ളത് കൊണ്ട് ആ ആനന്ദം തന്നെ അവർക്ക് മതത്തിന് കാരണമായി. അതാണ് മഹാന്തം മദം ആപുഹു അംബുജാക്ഷ്യഃ എന്ന് പറഞ്ഞത്. ആ താമരക്കണ്ണികൾ പെട്ടെന്ന് തന്നെ മഹത്തായ മതത്തെ പ്രാപിച്ചു. അവർ വളരെ അഭിമാനമുള്ളവരായി, അഹങ്കാരമുള്ളവരായി തീർന്നു. കണ്ടുവോ, ഞങ്ങളുടെ യോഗ്യത കൊണ്ടാണ്, ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടാണ്, ഞങ്ങളുടെ സൗന്ദര്യം കൊണ്ടാണ് ഈ കൃഷ്ണൻ പോലും ഞങ്ങളുടെ വശംവദനായി ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ കൂടെ അദ്ദേഹവും സന്തോഷിച്ചുകൊണ്ട് ക്രീഡിക്കുന്നത് എന്നുള്ള ആ ഒരു ഭാവം, കൃഷ്ണൻ ഇവരുടെ അടിമയാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടായി. ഇവർക്ക് കൃഷ്ണനെ അടിമയാക്കാനുള്ള സാമർഥ്യമുണ്ട്, കഴിവുണ്ട്, മഹത്വമുണ്ട്. കൃഷ്ണനെ പോലെ ഞങ്ങൾ വിചാരിച്ചാൽ വളച്ച് ഞങ്ങളുടെ പാട്ടിലാക്കി എടുക്കാൻ സാധിക്കും എന്ന് പാവങ്ങള് വിചാരിച്ചു. ഭഗവാന്റെ ചേഷ്ടകളും പ്രവൃത്തികളും മറ്റേ വാക്കുകളും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു പോയി അവര്.
ഇവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പറച്ചിലുകളും, അല്ലേ, നിങ്ങളില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ പറച്ചിലൊക്കെ കേട്ടപ്പോൾ അത് സത്യമാണെന്ന് വിചാരിച്ച് ഇവരില്ലാതെ ഭഗവാന് കഴിയാൻ പറ്റില്ല എന്നൊക്കെ അവർ കരുതിപ്പോയി, പാവങ്ങൾ. അറിവില്ലായ്മ. അങ്ങനെ അവർ അഹങ്കാരത്തെ പ്രാപിച്ചു എന്നാണ് ഒന്നാമത്തെ ശ്ലോകം. സ്ഫുരൽ പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമമാനന്ദപരം പ്രപന്നാഃ മഹാന്തമാപുരുമദമംബുജാക്ഷ്യഃ. ഈ ഭഗവാനെ പോലെ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഒരാൾക്ക് നമ്മളിൽ നിന്നൊന്നും ലഭിക്കാനില്ല. അദ്ദേഹത്തിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിരൂപരാണ് നമ്മൾ, നിസ്സഹായരാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ ഒന്നും ഭഗവാന് കൊടുക്കാനില്ല. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുകയാണ്, നമ്മൾ ഭാഗ്യവതികളാണ് എന്നാണ് അവർക്കുള്ളിലുണ്ടാകേണ്ട വിചാരം. അങ്ങനെ വിചാരം ഉണ്ടാവുന്നതിന് പകരം മറിച്ച് വിചാരിച്ചു അവർ, ഞങ്ങൾ കേമത്തികളാണ്, ഞങ്ങൾ സുന്ദരികളാണ്, ഞങ്ങൾക്ക് കൃഷ്ണന് സുഖം കൊടുക്കാനുള്ള കഴിവുണ്ട്, അദ്ദേഹമാണെങ്കിൽ ഈ സുഖത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്, ഞങ്ങളെപ്പോലെ സുഖം കൊടുക്കാൻ കഴിവുള്ളവർ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ അടിമയായി തീർന്നു. അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കും, ഞങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ മൂക്കൊണ്ട് ക്ഷണ്ണ എന്നൊക്കെ വരപ്പിക്കാം എന്നൊക്കെ ആയിരിക്കും ഈ ഗോപികമാരിൽ പലരുടെയും ഉള്ളില് ഭാവം ഉണ്ടായിട്ടുണ്ടാവുക. ഇതറിയാത്ത ആളാണോ ഭഗവാൻ? സർവാന്തര്യാമി. അപ്പൊ അതാണ് അടുത്ത ശ്ലോകത്തിലും പറയുന്നത്. നിലീയതേ സൗമയിമയ്യമായം രമാപതിർ വിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാ കലിതാഭിമാനാഃ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭോഃ. നിലീയതേ സൗമയിമയ്യമായം രമാപതിർ വിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാ കലിതാഭിമാനാഃ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂഃ. അപ്പോ ഹേ ഗോവിന്ദ, ഗുരുവായൂരപ്പ, നിരീക്ഷ്യ, ഇവരുടെ ഈ ഭാവമെല്ലാം നിരീക്ഷിച്ചവനായ അങ്ങ് തിരോഹിതഃ അഭൂഃ, തിരോഹിതനായി ഭവിച്ചു, മറഞ്ഞവനായി ഭവിച്ചു. അപ്പൊ ഇവരുടെ ഭാവങ്ങളെല്ലാം നിരീക്ഷിക്കുവാനുള്ള ബോധം ഭഗവാൻ ഉണ്ട് എന്നർത്ഥം. ഭഗവാൻ ബോധം കെട്ടിട്ടൊന്നുമില്ല, ഭഗവാൻ മൂഢനായിട്ടില്ല. ഇവരുടെ സൗന്ദര്യത്തിലോ ഇവരുടെ ചേഷ്ടകളിലോ ഇവരുടെ സാമർഥ്യത്തിലോ ഒന്നും മയങ്ങിയിട്ടില്ല. ഭഗവാൻ ഏതെങ്കിലും തരത്തില് ഇൻഫാച്ചുവേഷൻ ഉണ്ടായിട്ടില്ല. ഭഗവാന് പരിസരം മറന്നിട്ടില്ല, തന്നെ മറന്നിട്ടില്ല. വളരെ ബോധപൂർവം തന്നെ ഭഗവാൻ കാരുണ്യപൂർവം തന്നെയാണ് ഈ ഗോപികമാരെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർ വിചാരിച്ചു ഭഗവാൻ തങ്ങളിൽ മയങ്ങിയിരിക്കുകയാണ് എന്ന്. അപ്പം അത് മനസ്സിലാക്കിയ നിരീക്ഷ്യ ഹേ ഗോവിന്ദ ത്വം തിരോഹിതഃ അഭൂഃ. അപ്പം എന്താണ് ഭഗവാൻ നിരീക്ഷിച്ചത്, കണ്ടത്? നിലീയതേ അസൗ മയീ അമായം രമാപതിഃ വിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാഃ കലിതാഭിമാനാഃ. അപ്പൊ സർവാഃ കലിതാഭിമാനാഃ, എല്ലാവരും തന്നെ, ആ സ്ത്രീകളെല്ലാവരും തന്നെ കലിതമായ, കലിതം എന്നാൽ വർദ്ധിച്ചതായിട്ടുള്ള അഹങ്കാരം ഉള്ളവരായി, അഭിമാനത്തോടു കൂടിയവരായി കണ്ടിട്ട് എന്നാണ്. അപ്പോൾ ആ ഗോപികമാർക്ക് എങ്ങനെയുള്ളതാണ് അഭിമാനമുണ്ടായത്? രമാപതിഃ വിശ്വമനോഭിരാമഃ, വിശ്വമനോഭിരാമഃ, വിശ്വത്തിലുള്ള സർവരുടെയും മനസ്സിനെ രമിപ്പിക്കുന്ന ലോകൈക സുന്ദരനായിട്ടുള്ള അസൗ രമാപതിഃ, ഈ ലക്ഷ്മീപതി, ഈ ലക്ഷ്മീവല്ലഭൻ, ഈ ശ്രീനിവാസൻ, ശ്രീധരൻ, അമായം മയി നിലീയത്തെ, നിലീയത്തെ അസൗ, അസൗ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. അപ്പൊ ഈ ഉള്ളവൻ മയി എന്നിൽ നിലീയത്തെ, എങ്ങനെ? അമായം, അമായം എന്ന് പറഞ്ഞാൽ നിർവ്യാജം, യാതൊരു കലർപ്പുമില്ലാതെ കളങ്കമില്ലാതെ
അവൻ എന്നിൽ രമിക്കുകയാണ്, എന്നിൽ ലയിക്കുകയാണ്, എന്നിൽ മുഴുകിയിരിക്കുകയാണ്, അവനെല്ലാം മറന്നിരിക്കുന്നു, അവൻ ചുറ്റുപാടുകളെല്ലാം മറന്നിരിക്കുന്നു. ഇതിസ്മ സർവാഹ. അപ്പോൾ ഓരോരുത്തരും മയി നിലീയതേ, മയി നിലീയതേ എന്ന മയി മയി എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിലീയതേ അസൗ മയി മയി അമായം. മയി മയി എന്നുള്ളത് റിപ്പീറ്റേഷനാണ്. അത് ഓരോരുത്തരും കരുതുകയാണ്, എന്നിലാണ് മുഴുകിയിരിക്കുന്നത്, എന്നിലാണ് മുഴുകിയിരിക്കുന്നത്, എന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ മയി നിലീയതേ അസൗ, മയി നിലീയതേ അസൗ ഇതി ഇപ്രകാരം സർവാഹ കലിതാഭിമാനാഹ സ്മ. എല്ലാ സ്ത്രീകളും വർദ്ധിച്ച അഭിമാനത്തോടു കൂടിയവരായി തീർന്നു. കാരണം ഓരോരുത്തരോടും ഭഗവാൻ അങ്ങനെയാ പെരുമാറുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും തോന്നി ഞാനാ കേമി എന്ന്, അല്ലേ? നമ്മുടെ ഉള്ളിലുണ്ട് ഭഗവാൻ ഇതേ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ദേഹത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ള അഭിമാനത്തെ ഭഗവാൻ വർദ്ധിപ്പിക്കുന്നുണ്ട് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ നമ്മുടെ ദേഹത്തിലും നമ്മുടെ മറ്റ് സൗഭാഗ്യങ്ങളിലും ഭ്രമിക്കുന്നു. അതുപോലെയാണ് ഇവിടെ ഗോപസ്ത്രീകൾ. അവരിലാണ് ഭഗവാൻ രമിച്ചിരിക്കുന്നത്, അവരിലാണ് ലയിച്ചിരിക്കുന്നത്, അവരോടാണ് കൂടുതൽ സ്നേഹം. ഇങ്ങനെയെല്ലാം അവർ വിചാരിച്ചതായിട്ടുള്ള സമയത്ത് അതിനെ നിരീക്ഷിച്ച ഹേ ഗോവിന്ദ എന്ന് പറഞ്ഞു. ഗോവിന്ദ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെയൊക്കെ അറിയുന്നവൻ, എല്ലാവരുടെയും അന്ധക്കരണത്തിലുള്ള കാര്യങ്ങളും അറിയുന്നവൻ, സർവ അന്തര്യാമി എന്നൊക്കെ അർത്ഥം തന്നെയാണ്. അപ്പം എല്ലാം അറിയുന്നവനായിട്ടുള്ള അങ്ങ് തിരോഹിത അബൂഹു, തിരോഹിതനായി ഭവിച്ചു, അങ്ങ് മറഞ്ഞു, അങ്ങ് അദൃശ്യനായി തീർന്നു എന്നാണ്. നിലീയതേ സൗമൈമയ്യമായം രമാപതിർ വിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാ കലിതാഭിമാനാഃ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂഃ. രാധാഭിധാം താവദജാതഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരീ. രാധാഭിധാം താവദജാതഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരീ. അപ്പോൾ ഭഗവാൻ ഒരാളെ കൂടെ കൊണ്ടുപോയി, ഒരാളെ മാത്രം. ആരാണത് എന്ന് ഇവിടെ മേൽപ്പത്തൂര് പറയുന്നുണ്ട്. രാധാഭിധാം, രാധ എന്ന അഭിതയോടുകൂടിയവളെ. രാധാഭിധാം താവത് അജാതഗർവാം. താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ. ഈ സമയത്ത് മറ്റുള്ളവരെല്ലാം ഗർവിച്ചപ്പോഴും ഗർവം ഇല്ലാതിരുന്നവൾ അജാതഗർവാം, ഗർവം ജാതമായിട്ടില്ല. അജാതഗർവാം രാധാഭിധാം അതിപ്രിയാം ഗോപവധൂം. ഭഗവാന് അതിപ്രിയയായിരിക്കുന്ന ഗോപവധുവിനെ ഹേ മുരാരേ, അല്ലയോ മുരാന്തകനായ ഭഗവാനെ, ഭവാൻ ഉപാദായ ഗതോ വിദൂരം. ഭവാൻ അങ്ങ് ഉപാദായ സ്വീകരിച്ചുകൊണ്ട് വിദൂരം ഗതഃ വളരെ ദൂരേക്ക് പോയി. അപ്പോൾ മറ്റുള്ളവരെല്ലാം അഭിമാനിച്ചപ്പോഴും അഭിമാനിക്കാതിരുന്നവളാണ് രാധ എന്ന പേരുള്ള ഗോപവധു. അങ്ങേക്ക് അതിപ്രിയതമയാണ്. ആ അജാതഗർവയും അതിപ്രിയയുമായ ഗോപവധുവായ രാധയെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഭവാൻ ഉപാദായ വിദൂരം ഗതഃ. ആരോടുകൂടെ? തയാ സഹ, അവളോടുകൂടെ. എങ്ങനെയായിട്ട്? സ്വൈരവിഹാരകാരി, സ്വൈരമായി സ്വതന്ത്രമായി വിഹാരം ചെയ്യുന്നവനായിക്കൊണ്ട്, രമിക്കുന്നവനായിക്കൊണ്ട്. അപ്പം രാധയോടുകൂടെ സ്വൈരമായി സ്വതന്ത്രമായി ഇഷ്ടം പോലെ രമിക്കുന്നവനായിക്കൊണ്ട് മറ്റുള്ളവരെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് വളരെ വിദൂരത്തേക്ക് പോയി. അപ്പോൾ കൂടെ രാധയെയും കൂട്ടിയിട്ട് പോയി എന്ന് മേൽപ്പത്തൂർ പേര് പറഞ്ഞു. ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ഗോപി എന്നേ പറഞ്ഞുള്ളൂ, രാധ എന്ന പേര് പറഞ്ഞിട്ടില്ല. ഏതോ ഒരു ഗോപസ്ത്രീ എന്നേ പറഞ്ഞുള്ളൂ. നമുക്ക് മേൽപ്പത്തൂരാണിപ്പോൾ രാധ എന്ന് പേരിട്ട് തരുന്നത്, നമുക്ക് സ്വീകരിക്കാം. കാരണം മറ്റു പുരാണങ്ങളിൽ അങ്ങനെയുണ്ട്. രാധാഭിധാം താവദജാതഗർവാം
അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹസ്വൈരവിഹാരകാരീ തിരോഹിതേ ദത്വയി ജാതതാപാഃ സമം സമേതാഃ കമലായ ദാക്ഷ്യഃ വനേ വനേ ത്വാം പരിമാർഗയന്ത്യോ വിഷാദമാപുർഭഗവൻ അപാരം തിരോഹിതേ ദത്വയി ജാതതാപാഃ സമം സമേതാഃ കമലായ ദാക്ഷ്യഃ വനേ വനേ ത്വാം പരിമാർഗയന്ത്യോ വിഷാദമാപുർഭഗവൻ അപാരം. ഹേ ഭഗവൻ എന്ന് ഭഗവാനെ സംബോധന ചെയ്യണം എൽപ്പത്തൂര്. അല്ലയോ ഭഗവൻ, തിരോഹിതേ അത ത്വയി, ത്വയി തിരോഹിതേ, അങ്ങ് തിരോഹിതനായപ്പോൾ, സതിസപ്തമിയാണ്. വെൻ യു ഡിസപ്പിയേർഡ്, ത്വയി തിരോഹിതേ സതി, അത് അനന്തരം ജാതതാപാഹ, താപം ജനിച്ചവരായിട്ട്, എന്തെന്നില്ലാത്ത താപം അനുഭവിക്കുന്നവരായിട്ട്. കാരണം വീട്ടിലിരുന്നെങ്കിൽ ഇത്രയും താപം ഉണ്ടാവില്ല. ഇത് കയ്യിൽ കിട്ടിയിട്ട് ചുണ്ടോടടുത്തിട്ട് കഴിക്കാൻ പറ്റിയില്ല. അത്രയും അടുത്തെത്തിക്കഴിഞ്ഞു, അത്രയും സുഖം അനുഭവിച്ചു തുടങ്ങിയിരുന്നു. നല്ല മണമുള്ള നെയ്യപ്പം, നെയ്യിൻ്റെയും അതിൻ്റെ ഉണ്ടാക്കിയതിൻ്റെ ആ ക്രിസ്പിനെസ്സും മണവും ഒക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കയ്യിൽ നിന്ന് കാക്ക കൊത്തിയിട്ട് പോയാൽ എന്താ ചെയ്യുക? കഴിക്കാനിരുന്നതാണ്, അപ്പോഴാണ് കാക്ക കൊത്തിയിട്ട്. അപ്പോൾ കുട്ടികളാണെങ്കിൽ നിലവിളിച്ച് കരയും, നമ്മളാണെങ്കിൽ വിഷണ്ണരായി നോക്കി നിൽക്കും. കുട്ടികൾ നിലവിളിച്ച് കരയും. അപ്പോൾ അതുപോലെ ഈ ഗോപികമാർക്കുണ്ടായ അവസ്ഥ എന്താ വെച്ചാൽ അവരെ രമിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, അവരുടെ സുഖം സുഖിച്ചു വരികയായിരുന്നു. അതിലാണ് പാതിയിൽ ബ്രേക്കായത്. നമ്മൾ നല്ല സീരിയലുകളോ സിനിമയൊക്കെ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ അഡ്വർടൈസ്മെന്റ് വരുന്നത് പോലെ അല്ലേ, പെട്ടെന്ന് ബ്രേക്കായി. അപ്പോഴാണ് താപം വർദ്ധിച്ചവരായി തീർന്നത്. തിരോഹിതേതത്വയി ജാതതാപാഹ, അവരെ പ്രലോഭിപ്പിക്കുകയും ചെയ്ത് മിണ്ടാതിരുന്നവരെയൊക്കെ പിടിച്ച് ചൂടാക്കി വിട്ടിട്ട് ഇപ്പൊ പാതിയിൽ ഉപേക്ഷിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എത്ര താപമായിരിക്കും എന്നാണ് ഇവിടെ. തിരോഹിതേതത്വയി ജാതതാപാഹ സമം സമേതാഹ കമലായ ദാക്ഷ്യഃ. ആ ജാതതാപന്മാരായിട്ടുള്ള താപകളായിട്ടുള്ള ആ കമലായ ദാക്ഷ്യഃ, കമലത്തിന്റെ ആയുധങ്ങളായ ഇതളുകൾ പോലെയുള്ള അക്ഷികൾ, എന്ന വലിയ വിരിഞ്ഞ താമര പോലെയുള്ള കണ്ണുകളോടുകൂടിയ സുന്ദരികൾ, ആ കമലായ ദാക്ഷ്യഃ, ആ ഗോപസ്ത്രീകൾ ജാതതാപരായിട്ട് സമം സമേതാഹ, സമം സമേതാഹ, അവരെല്ലാവരും കൂടി യുണൈറ്റഡായി ഒന്നിച്ചുകൂടിയിട്ട് സമേതരായിട്ട് വനേ വനേ ത്വാം പരിമാർഗയന്ത്യഃ, വനേ വനേ, വനങ്ങൾ തോറും വനാന്തരങ്ങൾ തോറും ത്വാം പരിമാർഗയന്ത്യഃ, അങ്ങയെ പരിമാർഗണം ചെയ്യുന്നവരായിക്കൊണ്ട്, അങ്ങയെ അന്വേഷിക്കുന്നവരായിക്കൊണ്ട്, തിരയുന്നവരായിക്കൊണ്ട്, അപാരം വിഷാദം ആബുഹു, പാരം കാണാത്ത വിഷാദത്തെ പ്രാപിച്ചു. എന്തെന്നില്ലാത്ത ദുഃഖക്കടലിൽ അവർ ആണ്ടുപോയി, വിഷാദ സമുദ്രത്തിൽ അവർ ആണ്ടുപോയി. പാരം കാണാത്തതാണ്. എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതിന്നൊരു പരിഹാരം ഉണ്ടാവുക? ഭഗവാൻ തിരിച്ചു വരുമോ? വന്ന് നമ്മളെ അനുഗ്രഹിക്കുമോ? നമ്മളെ മോഹിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞല്ലോ, ഇത് സ്വപ്നമായിരുന്നോ നമ്മൾ കണ്ടത്? യഥാർത്ഥം തന്നെയോ? ഇനിയും മോഹഭംഗത്തിലായിരിക്കുമോ നമ്മൾ പോകേണ്ടി വരിക? അതോ മുമ്പ് കിട്ടിയതായിട്ടുള്ള അനുഭവം ഇനിയും തുടർന്ന് കിട്ടുമോ എന്നിങ്ങനെയുള്ള ഒരു അനിശ്ചിതത്വത്തെ അവർ പ്രാപിച്ചു. അപാരമായ ഒരു വിഷാദത്തെ അവർ പ്രാപിച്ചു. എന്തെന്നില്ലാത്ത ഉത്കണ്ഠയും ദുഃഖവും അവരെ ബാധിച്ചു അല്ലെ. ആങ്സൈറ്റി, വറി എല്ലാം അവർക്ക് ഉണ്ടായി എന്നർത്ഥം. വിഷാദമാപുർ ഭഗവൻ, അപാരമായ വിഷാദത്തെ അവർ പ്രാപിച്ചു അല്ലയോ ഭഗവാനേ എന്നാണ്. തിരോഹിതേ ദത്വയി ജാതതാപാഹ സമം സമേതാഃ കമലായ ദാക്ഷ്യഃ
വനേ വനേ ത്വാം പരിമാർഗയന്ത്യോ വിഷാദമാഭുർഭഗവൻ അപാരം. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോരഃ ഇത്യാദി താസ്ത്വൽ പ്രവണാവിലേബുഃ. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോരഃ ഇത്യാദി താസ്ത്വൽ പ്രവണാവിലേബുഃ. ഇപ്പൊ ഭഗവാനെ തെരഞ്ഞിട്ടും കാണാതാവുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വിഷാദം വർദ്ധിച്ചു വരികയാണ്. അവരുടെ താപം അവരെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താപത്തോടു കൂടിയവരായിട്ടുള്ള അവര് ത്വൽപ്രവണാഹ, ഗുരുവായൂരപ്പ ത്വൽപ്രവണാഹ, അങ്ങയിൽ തന്നെ അനുരക്തകളായിട്ടുള്ളവർ എന്നർത്ഥം. അങ്ങയോട് എന്തെന്നില്ലാത്ത പ്രവണതയുള്ളവർ, അനുരാഗമുള്ളവരായിട്ടുള്ള ആ സ്ത്രീകൾ. ഇത്യാദി താഹാ വിലേബുഹു, താഹ ആ ഗോപസ്ത്രീകൾ, ഇത്യാദി വിലേബുഹു ഇങ്ങനെയൊക്കെ വിലപിച്ചു, ഇങ്ങനെയൊക്കെ നിലവിളിച്ചു കരഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് വിലപിച്ച് കരഞ്ഞത് എന്നാണ് 3 വരിയിൽ. ആരോടൊക്കെയാണ് അവർ ചോദിച്ചത്? നിങ്ങൾ കണ്ടുവോ? കിം വീക്ഷിതോ, വീക്ഷിതഃ കിം നഹ ഹൃദയൈകചോരഃ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഏകചോരനെ, ഒരേ ഒരു കള്ളൻ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തെ അപഹരിച്ചു കൊണ്ടുപോയി. ആ ഹൃദയചോരനെ കിം വീക്ഷിതഃ, നിങ്ങൾ കണ്ടുവോ, നിങ്ങൾ കണ്ടുവോ എന്ന് ആരോടാ ചോദിക്കണത്? ഒരു 3-4 സംബോധനയാണ്, 6 സംബോധന, 6 പേരെ വിളിക്കുകയാണ്. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ. അപ്പൊ ഹാ ചൂത, ഹേ ചൂതമേ. ഇവിടെ ഹാ എന്നുള്ളത് അവരുടെ ദുഃഖത്തെ സൂചിപ്പിക്കുന്നതാണ്, അവരുടെ ഉള്ളിലുള്ള താപത്തെ സൂചിപ്പിക്കുന്നതാണ്. അല്ലയോ തേന്മാവേ, ഹാ കഷ്ടം, നീയെങ്കിലും കണ്ടുവോ ഞങ്ങളെ പറ്റിച്ചു പോയ, ഞങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ആ ഞങ്ങളുടെ ചിത്തചോരനെ നീയെങ്കിലും കണ്ടുവോ? പ്ലീസ് പറയൂ. ചൂത, തേന്മാവേ. ഹാ ചൂത ഹാ ചമ്പക, അല്ലയോ ചമ്പകമേ. ഇതെല്ലാം സസ്യങ്ങളോടാ ചോദിക്കുന്നത്, ചെടികളോടും വൃക്ഷങ്ങളോടുമാ ചോദിക്കുന്നത്. ഹേ ചമ്പകമരമേ, നീ കണ്ടോ? ഹേ കർണികാര, അല്ലയോ കണിക്കൊന്നേ, നിന്നെ കാണുമ്പോ നിന്നെ ഭഗവാൻ സ്പർശിച്ച പോലെയുണ്ട്. നിന്നോട് ഭഗവാന് കൂടുതൽ പ്രേമമുണ്ടല്ലോ. നിന്നെയാണല്ലോ ഭഗവാൻ കാതിലും കഴുത്തിലുമൊക്കെ ആഭരണങ്ങളായി അണിഞ്ഞുകൊണ്ട് നടക്കുക. നിനക്കറിയോ ഭഗവാൻ എവിടെ പോയി എന്ന്? ഹാ കർണികാര, ഹാ മല്ലികേ, അല്ലയോ മുല്ലപ്പൂവേ, നീ കണ്ടോ? ഹേ മാലതി, പിച്ചകമേ, നീ കണ്ടോ? ഹേ ബാലവല്യ, അല്ലയോ ചെറുവള്ളികളെ, തളിർത്തു വരുന്നതായിട്ടുള്ള ചെറു വള്ളികളെ നിങ്ങൾ കണ്ടോ? നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഭഗവാൻ നിങ്ങളെയൊക്കെ സ്പർശിച്ചിട്ട് പോയിട്ടുണ്ടെന്ന്. ഇതൊക്കെ ഭാഗവതത്തിൽ വരുന്നുണ്ട്. കാരണം അവർക്കൊക്കെ ഒരു പുതുമ കാണുന്നുണ്ട്, അവരുടെയൊക്കെ ഒരു സുഗന്ധം അവിടെയൊക്കെ പരന്നിട്ടുണ്ട്, ഒരു പുതുമ കാണുന്നുണ്ട്. ആ വള്ളികളൊക്കെ ഇങ്ങനെ രോമാഞ്ചം അണിഞ്ഞു നിൽക്കുന്നത് പോലെ. അപ്പൊ നിന്റെ രോമാഞ്ചത്തിന്റെ കാരണം എന്താ? നിന്നെ സ്പർശിച്ചുവോ? ഞങ്ങളുടെ ഹൃദയചോരൻ നിന്നെ സ്പർശിച്ചുവോ? അതാണോ നീ ഇങ്ങനെ കുളിരണിഞ്ഞു നിൽക്കുന്നത്? നിന്റെ രോമാഞ്ചത്തിന്റെ കാരണം എന്താണ്? ഞങ്ങൾക്ക് സംശയമുണ്ട്. നിന്നെ തൊട്ടിട്ടാണ് പോയിരിക്കുന്നത്, നിന്നെ സ്പർശിച്ചിട്ടാണ്, തലോടിയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് ഇങ്ങനെയൊക്കെ ഓരോ സസ്യങ്ങളോടും പറയുകയാണ്. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോരഃ, ഞങ്ങളുടെ ഹൃദയൈകചോരനെ നിങ്ങൾ കണ്ടുവോ? ഇത്യാദി താഹ ത്വൽപ്രവണ വിലേപുഹു. ഇങ്ങനെയൊക്കെ അങ്ങയിൽ എന്താ പറയുക, അനുരക്തരായ ആ സ്ത്രീകൾ വിലപിച്ചു എന്നർത്ഥം. ഇനി സസ്യങ്ങളോട് മാത്രമല്ല മൃഗങ്ങളോടും ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ പറഞ്ഞില്ല. മൃഗങ്ങളോടും ചോദിക്കുന്നുണ്ട്. അല്ലയോ മാനേ, അല്ലയോ വണ്ടേ, അല്ലയോ ശലഭമേ എന്നൊക്കെ രാത്രിയിലുള്ള നിശാശലഭങ്ങളെയും വണ്ടുകളെയും നോക്കിക്കൊണ്ടും മാനുകളെ നോക്കിക്കൊണ്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുവോ, നിങ്ങൾ കണ്ടുവോ എന്ന്.
അപ്പം മൃഗങ്ങളോടും ചോദിച്ചുകൊണ്ട് നടന്നു എന്നാണ് ഭാഗവതം. ഇവിടെ മൃഗങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ല എന്ന് മാത്രം. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വൽ പ്രവണാവിലേപുഃ നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. അപ്പോ ഒരുവൾ, കാചിത് എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ വരിയിൽ. കാചിത് ഒരുവള് ത്വാം ഭാവനാചക്ഷുഷി വീക്ഷ്യ, അങ്ങയെ ഭാവനാചക്ഷുസ് കൊണ്ട് കണ്ട്, നേരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അവളുടെ ഭഗവാനുമായിട്ടുള്ള അതിയായിട്ടുള്ള താതാത്മ്യം കൊണ്ട് ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറയും പോലെ ആരുടെയെങ്കിലും നിഴല് കണ്ടിട്ടുണ്ടാവും. ഗോപികമാരുടെ തന്നെ നിഴലായിരിക്കും, തൻ്റെ തന്നെ നിഴലായിരിക്കാം. എന്തോ കണ്ടപ്പോ കൃഷ്ണനാണ് അതിലേ പോയത്, ഞാൻ കണ്ടു എന്ന് അവൾക്ക് തോന്നി. അതാണ് ത്വാം, അങ്ങയെ ഗുരുവായൂരപ്പ ഭാവനാചക്ഷുഷി വീക്ഷ്യ, ഭാവനാചക്ഷുസ് കൊണ്ട് കണ്ടതായിട്ടുള്ള ഒരുവൾ കാചിത് എന്ത് ചെയ്തു? ഇങ്ങനെ ആലപന്തി ഇത്യാകുലം ആലപന്തി, ഇങ്ങനെ ആകുലതയോടുകൂടി വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമ. ഏ സഖി, കൂട്ടുകാരി എന്നൊരുത്തിയെ വിളിച്ചിട്ട് മമ പുരഃ പങ്കജാക്ഷഃ നിരീക്ഷിതഃ, അയം പങ്കജാക്ഷഃ മമ പുരതഃ നിരീക്ഷിതഃ. ആ താമരക്കണ്ണനെ എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടു, ആ താമരക്കണ്ണനെ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടു, ഞാനേ കണ്ടുള്ളൂ എന്ന് ഒരുത്തി വിളിച്ചു പറഞ്ഞു. അവളുടെ ഭാവനാ ചക്ഷുസ് കൊണ്ടാണ് കണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ലെങ്കിലും അവളുടെ ഭ്രമം കൊണ്ട് അത് കൃഷ്ണനാണെന്ന് തോന്നി. ഏതോ നിഴല് കണ്ടപ്പോൾ കൃഷ്ണനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അപ്പൊ അവള് മാത്രം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് കാണാതാവുമ്പോ എന്തായാലും സ്ത്രീകളുടെ ഉള്ളിൽ എന്തുണ്ടാവും? എല്ലാ താപവും വർദ്ധിക്കും അല്ലേ? അത് തന്നെ ഇവിടെ ഉണ്ടായത്. താപം സഖീനാം ദ്വിഗുണീചകാര, സഖീനാം താപം ദ്വിഗുണീചകാര. ആ കൂട്ടുകാരികളുടെ താപത്തെ ഇരട്ടിപ്പിച്ചു എന്നാണ്. ദ്വിഗുണീചകാര, ദ്വിഗുണമാക്കി ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിലേ തപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരുത്തി മാത്രം കണ്ടു, എന്നിട്ട് കയ്യിൽ കിട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞതുപോലെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നിരാശയും അതിൻ്റെ വിഷാദവും താപവും അവരെ ഇരട്ടിപ്പിച്ചു എന്നാണ്. ദ്വിഗുണീചകാര, സഖീനാം താപം, ആ കൂട്ടുകാരികളുടെ താപത്തെ ഒന്നുകൂടെ ഇരട്ടിപ്പിച്ചു. ഞാൻ കണ്ടു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട്. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. ത്വദാത്മികാസ്താ യമുനാ തടാന്തേ തവാനുചക്രുഃ കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോപി തദൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ച രാധാം. തദാത്മികാസ്താം യമുനാ തടാന്തേ തവാനുചക്രുഃ കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോപി തദൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ച രാധാം. അപ്പോ ത്വദാത്മികാഹ താഹ, അങ്ങയുമായി താതാത്മ്യം പ്രാപിച്ചവർ, അങ്ങയുമായി തന്മയീഭവിച്ചവർ, താതാത്മ്യം പ്രാപിച്ചവരായിട്ടുള്ള താഹ ഗോപികാഹ യമുനാ തടാന്തേ. പിന്നീട് അവർ വനത്തിലൊക്കെ തെരഞ്ഞു കിട്ടാതെ യമുനാ തീരത്തിലേക്ക് ചെന്നിട്ട് യമുനാ തടാന്തേ തവ ചേഷ്ടിതാനി അനുചക്രുഹു കില. ഗുരുവായൂരപ്പ, അങ്ങയുടെ ചേഷ്ടിതങ്ങളെ അവർ അനുകരിച്ചു അത്രേ. അനുചക്രുഹു എന്ന് പറഞ്ഞാൽ അനുകരിച്ചു.
ചകാര ഏകവചനം, ചക്രുഹു ബഹുവചനം, ഇവരെല്ലാവരും അനുകരിച്ചു. അപ്പോൾ ഓരോരുത്തരും മാറി മാറി ഓരോ ഭാവങ്ങൾ പൂണ്ടു. ഒരുത്തി പൂതനയായി, ഒരുത്തി കൃഷ്ണനായി. പൂതനയുടെ മാറത്ത് കയറി ഇരുന്നുകൊണ്ട് കൃഷ്ണൻ ഇടിച്ചു. വേറൊരുത്തൻ തൃണാവർത്തനായി, ഒരുത്തി തൃണാവർത്തനായി, ഒരുത്തി കൃഷ്ണനായി. ഒരുത്തി ശകടാസുരനായി, ഒരുത്തി കൃഷ്ണനായി. ഒരുത്തി കാളിയനായി, ഒരുത്തി കൃഷ്ണനായി. എന്നിട്ട് കാളിയനെ വിരട്ടുന്ന പോലെ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ രമണകത്തിലേക്ക് എന്നൊക്കെ ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെ കാണിച്ചു. അങ്ങനെ കൃഷ്ണൻ എന്തൊക്കെ ലീലകൾ ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ അസുരവധങ്ങളും വേറെ എന്തൊക്കെ ചേഷ്ടകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അനുകരിച്ചുകൊണ്ട് ഗോപികമാർ ആ ലീലകളൊക്കെ ചെയ്തു. കൃഷ്ണൻ മുട്ടുകുത്തി കളിച്ചതും ഉരല് വലിച്ചുകൊണ്ട് നടന്നതും ഒക്കെ അവർ അനുകരിച്ചു. അങ്ങനെയാണ് ത്വദാത്മികാസ്ത യമുനാ തടാന്തേ തവ അനുചക്രുഹു കില ചേഷ്ടിതാനി, തവ ചേഷ്ടിതാനി അനുചക്രുഹു കില, അങ്ങയുടെ ചേഷ്ടിതങ്ങളെ അവർ അനുകരിച്ചുത്രേ. വിജിത്യ ഭൂയോപി, ഭൂയഹാപി വിജിത്യ, പിന്നെയും തെരഞ്ഞിട്ട്. വിജിത്യ എന്ന് പറഞ്ഞാൽ വിശേഷേണ ചിനോതി, ചീയതേ എന്നൊക്കെ അർത്ഥമാണ് ക്രിയാരൂപം. അപ്പൊ വിജിത്യ തെരഞ്ഞിട്ട്, പിന്നെയും തെരഞ്ഞു കാണാതെ. തദായേവ, അപ്രകാരം തന്നെ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ച രാധാം, അവരെ ഉപേക്ഷിച്ചതുപോലെ അവസാനം മാനാത് വിമുക്തം ത്വയാ വിമുക്തം, രാധയ്ക്കും മാനം വന്നു. എല്ലാവരെയും ഉപേക്ഷിച്ച് രാധയെ മാത്രം കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ. ആ രാധയ്ക്കും കുറച്ചു ദൂരം കൊണ്ടുപോയപ്പോൾ താൻ ഇത്തിരി കേമി ആയതുകൊണ്ടാണ് മറ്റവരെയൊക്കെ വിട്ടിട്ട് തന്നെ മാത്രം വിടാതിരുന്നത്. അപ്പൊ ശരിക്കും എന്നോടാണ് ഇഷ്ടം, എനിക്കാണ് അധീനൻ ഈ കൃഷ്ണൻ. ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യും അല്ലേ. എന്നാൽ കൃഷ്ണൻ ജയിക്കപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ എൻ്റെ അധീനതയിലാണ്. എൻ്റെ പാവാടത്തുമ്പിൽ കെട്ടിയിടാം കൃഷ്ണനെ എന്ന് പാവം രാധ വിചാരിച്ചു. മൂക്കൊണ്ട് ക്ഷണ്ണ എന്നൊക്കെ വരയ്ക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ഈ രാധ കൃഷ്ണനോട് പറഞ്ഞു, അതെ എനിക്ക് നടക്കാൻ വയ്യ, എന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ തോളിലേറ്റി നടന്നു കുറെ ദൂരം. കുറച്ചു കഴിഞ്ഞ് അവിടെ ഇറക്കി വെച്ച് പൂക്കളെല്ലാം പറിച്ചു കൊടുത്തു. പൂക്കളെല്ലാം പറിച്ച് തലമുടിയിലൊക്കെ വെച്ചു കൊടുത്തു, പിന്നി കൊടുത്തു, എല്ലാം ചെയ്തു. പിന്നെയും പോകാം എന്ന് പറഞ്ഞപ്പോൾ രാധ പിന്നെയും ഭഗവാനോട് പറഞ്ഞു, എനിക്ക് നടക്കാൻ വയ്യ, വേണമെങ്കിൽ എന്നെ എടുത്തോ. അപ്പൊ വേണമെങ്കിൽ എന്നെ എടുത്തോ എന്നായി. അപ്പൊ ആർക്ക് വേണം? കൃഷ്ണന് വേണമെങ്കിൽ എന്നെ എടുത്തോന്ന്. അപ്പൊ ഭഗവാൻ ശരി എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ കാണിച്ചു. കേറിക്കോ മുതുകത്ത്, എൻ്റെ തോളിൽ കേറിക്കോ എന്ന് രാധയോട് പറയും പോലെ ഭാവിച്ചു. രാധ കാലെടുത്ത് ഭഗവാന്റെ തോളിലേക്ക് വെക്കാൻ പോകുമ്പോഴേക്കും ഭഗവാനെ കാണാനില്ല. തോളിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഭൂമിയിൽ ബദും എന്ന് വീണു. ബാലൻസ് തെറ്റി താഴെ വീണ് കിടക്കുക. അങ്ങനെ വീണടത്ത് കിടന്ന് കരയുക. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ ഗോപികമാര് തെരഞ്ഞെത്തിയത്. അപ്പോൾ ഗോപികമാർക്ക് അതിനു മുമ്പേ തന്നെ ഇവരുടെ കാലടികൾ കണ്ടിരുന്നു. ആദ്യം 2 കാലടികൾ കണ്ടിരുന്നതായിരുന്നു. 2 പേരുടെ, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും. അത് കൃഷ്ണന്റെയും ഈ പറഞ്ഞ ആളുടെയാണെന്ന് അവർ കണക്കുകൂട്ടി. പിന്നെ വന്നപ്പോൾ ഒരാളുടെ മാത്രമേ കാണാനുള്ളൂ. ഓ അത് ശരി, അവള് തോളിൽ ഏറ്റിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവർ തമ്മിൽ കുനിഷ്ട് പറയാൻ തുടങ്ങി. എന്തൊരു ഭാഗ്യമാണ് അവളുടെ, എന്തൊരു സാമർത്ഥ്യക്കാരിയാണ്, നോക്ക് കൃഷ്ണനെ കൊണ്ട് തോളിൽ ഏറ്റിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഭാഗത്ത് ആ പൂക്കളൊക്കെ ചതറിക്കിടക്കുന്നു. നോക്കുമ്പോൾ അടുത്തൊരാൾ ഭതിയുമെന്ന് വീണും കിടക്കണു. അപ്പൊ ഇവർക്ക് സമാധാനമായി. അങ്ങനെ തന്നെ വേണം അല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ അടുത്ത വീട്ടിലേക്കാണ് നമ്മൾ വേഗം നോക്കുക. അവിടെയും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായി. അതുപോലെ രാധ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ ഇവർക്കും രാധയെ മാത്രം കൊണ്ടുപോയതിൽ ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ സമാധാനമായി. വാ നീയും വാ ഞങ്ങളുടെ കൂടെ, നമുക്ക് ഒന്നിച്ചു തിരയാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ തെരച്ചില്. എന്നിട്ടാണ് ഇവർ തന്മയീ ഭാവത്തോടുകൂടി ഓരോ ലീലകൾ അനുകരിച്ചത് എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പൊ വനത്തിൽ വെച്ചിട്ടാണ് രാധയെ കണ്ടുമുട്ടുന്നത്. ആ രാധയും കൂട്ടിയിട്ട് പിന്നെയും കാട്ടിലൊക്കെ എന്താ പറയുക, എവിടെയൊക്കെ നിലാവ് ചെന്നെത്തുമോ അതുവരെയൊക്കെ അവർ ചെന്ന് നോക്കി. പക്ഷെ ചിലയിടത്തൊക്കെ കൂരിരുട്ടാണ്, നിലാവിന് പ്രവേശിക്കാൻ പറ്റാത്ത അത്രയും ഇരുണ്ട പ്രദേശങ്ങള്, നിബിഡമായിട്ടുള്ള വനങ്ങൾ, അവിടേക്കൊന്നും പോകാൻ നിവൃത്തിയില്ല അവർക്ക്. അപ്പൊ നിലാവ് എത്തുന്നത് വരെയൊക്കെ തെരഞ്ഞു. അത് കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ അവര്
യമുനാ തീരത്തേക്ക് തന്നെ മടങ്ങി കരഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് തെരഞ്ഞുകൊണ്ട് പാടിയ പാട്ടാണ് ഗോപികാ ഗീതം. അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പരാമർശം മാത്രമേ ഉള്ളൂ. ത്വദാത്മികാസ്താ യമുനാ തടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോപി തദൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ച രാധാം. അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട രാധയെ അവർ കണ്ടു. രാധയ്ക്കും മാനം വന്നതാണ് ഉപേക്ഷിക്കാൻ കാരണം. ഇതൊക്കെ നമുക്കുള്ള സൂചനയാണ്. മാനം വന്നോ പെട്ടു, ഭഗവാനെ കിട്ടില്ല. അപ്പൊ മാനം ഉപേക്ഷിച്ചാൽ മാത്രമേ ഭഗവാനെ പിടികിട്ടുള്ളൂ. വിനയമാണ് ഭഗവാനെ പിടിക്കാനുള്ള വഴി, ഭക്തിയാണ് ഭഗവാനെ പിടിക്കാനുള്ള വഴി, ദൈന്യഭാവമാണ് ഭഗവാന് ഇഷ്ടം, അഹങ്കാരം ഭഗവാന് ഒട്ടും ഇഷ്ടമല്ല. തദസമം താ വിപിനേ സമന്താത് തമോവതാരാവതി മാർഗയന്ത്യഃ പുനർവിമിശ്രായ യമുനാ തടാന്തേ വൃശം വിലേഭുശ്ച ജഗുർഗുണാംസ്തേ. തദസമം താ വിപിനേ സമന്താത് തമോവതാരാവതി മാർഗയന്ത്യഃ പുനർവിമിശ്രായ യമുനാ തടാന്തേ വൃശം വിലേഭുശ്ച ജഗുർഗുണാംസ്തേ. തതഃ സമം താഃ വിപിനേ സമന്താത് തമോവതാരാവതി മാർഗയന്ത്യഃ. അപ്പൊ തതഃ പിന്നെയും താഹ എന്ന് പറഞ്ഞാൽ അവർ, ആ സ്ത്രീകൾ, ഗോപസ്ത്രീകൾ, സമം സമം എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന്, രാധയും ചേർന്ന്, വിപിനേ ആ വനത്തിൽ, സമന്താത് എല്ലാ ദിക്കിലും, 4 ദിക്കിലും എന്നർത്ഥം. സമന്താത് എല്ലാ ദിക്കിലും, തമോവതാരാവതി മാർഗയന്ത്യഃ ഇരുട്ടുവോളം എന്നാണ് തമോ അവതാരം. തമസിന്റെ അവതാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇറങ്ങി വരിക, ഇരുട്ട് ബാധിച്ചിരിക്കുക. ആ ഇരുട്ട് ബാധിക്കുന്നത് വരെ അവധി. മാർഗയന്ത്യഃ മാർഗയന്ത്യഃ തെരയുന്നവരായിട്ട്. അപ്പൊ ഏതുവരെ, എവിടെയൊക്കെ ഇരുട്ട് ബാധിച്ചിട്ടുണ്ടോ അതുവരെ തെരയുന്നവരായിട്ട്. എന്ന് വെച്ചാൽ ഇരുട്ടിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് വയ്യ. എവിടെയൊക്കെ നിലാവുണ്ടോ അവിടെയൊക്കെ നോക്കിക്കൊണ്ട് എന്നർത്ഥം. പുനഃ യമുനാ തടാന്തേ വിമിശ്രാഹ. പിന്നീട് അവര് യമുനാ തീരത്തിലേക്ക്, കാളിന്തി തീരത്തേക്ക് വന്ന് ഇടകലർന്നിരുന്ന് വിമിശ്രരായി പരസ്പരം ചേർന്നിരുന്നു കൊണ്ട് വൃശം വിലേബുഹു, വൃശം അത്യന്തം നന്നായിട്ട്, വിലേബുഹു വിലപിച്ചു, കരഞ്ഞു. രുരുദുസ്സുസ്വരം രാജൻ കൃഷ്ണദർശന ലാലസാഹ എന്നാണ് ശുകബ്രഹ്മർഷി ഭാഗവതത്തിൽ പറഞ്ഞത്. കൃഷ്ണദർശന ലാലസകളായിട്ടുള്ള ആ ഗോപികമാർ സുസ്വരം രുരുതു, നല്ല ശബ്ദത്തിൽ നിലവിളിച്ചു കരഞ്ഞു, രോദനം ചെയ്തു എന്നാണ്. ഇപ്പൊ ഇവിടെ വൃശം വിലേബുഹു, നന്നായി വിലപിച്ചു. എന്നിട്ടോ തേ ഗുണാൻ ജഗുഹു, തേ ഗുണാൻ ജഗുഹു, അങ്ങയുടെ ഗുണങ്ങളെ ഗാനം ചെയ്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച്, ഗോപികാ ഗീതത്തെക്കുറിച്ച്. തേ ഗുണാൻ ജഗുഹു ച, അങ്ങയുടെ ഗുണങ്ങളെ ഗാനം ചെയ്തു, കീർത്തിച്ചു. ഇതാണ് 19 ശ്ലോകങ്ങളുള്ള ഗോപികാ ഗീതത്തെക്കുറിച്ച് മേൽപ്പത്തൂര് തേ ഗുണാൻ ജഗുഹു എന്ന് പറഞ്ഞ് ഒതുക്കി. വൃശം വിലേബുഹു തേ ഗുണാൻ ജഗുഹു, അങ്ങയുടെ ഗുണങ്ങളെ ഗാനം ചെയ്യുകയും ചെയ്തു. അപ്പോ ആ ഗോപികാ ഗീതത്തിന്റെ മനോഹാരിതയെ മേൽപ്പത്തൂർ വേറൊരു കാര്യം അവതരിപ്പിക്കാൻ ഉപയോഗിച്ചു, ആ വൃത്തത്തെ. അത് നമുക്ക് അടുത്ത ദശകം കാണാം. തദസമം താ വിപിനേ സമന്താത് തമോവതാരാവതി മാർഗയന്ത്യഃ പുനർവിമിശ്രായ യമുനാ തടാന്തേ വൃശം വിലേഭുശ്ച ജഗുർഗുണാംസ്തേ. തദാ വ്യദാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹനമോഹനാത്മാ ത്വം പ്രാദുരാസീരൈ മന്ദഹാസീ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. താസാം ആവിരഭൂത് ശൗരിഃ സ്മയമാനമുഖംബുജഃ പീതവാസ. സൃഗ്വീ സാക്ഷാത് മന്മഥമന്മഥഃ എന്നുള്ള ഭാഗവത ശ്ലോകത്തെ ഏകദേശം അതുപോലെ തന്നെ അവതരിപ്പിച്ചു. ജഗത്രയീ മോഹന മോഹനാത്മാ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പ്രത്യക്ഷമാകുന്ന രംഗമാണ്. തദാ വ്യദാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹനാത്മാ ത്വം പ്രാദുരാസീരൈ മന്ദഹാസീ. പീതാംബരധര സ്രഗ്വീ സാക്ഷാത് മന്മഥമന്മഥഃ. ആ മന്മഥമന്മഥനായി ഭഗവാൻ പ്രകടമായതിനെ കുറിച്ച് പറയുന്നു ഇവിടെ. തഥാ അപ്പോൾ, അല്ലെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ അപ്രകാരം, വ്യഥാസങ്കുലമാനസാനാം വ്രജാംഗനാനാം, വ്യത കൊണ്ട് സങ്കുലമാനസരായിരുന്നു ആ വ്രജാംഗനകൾ. ദുഃഖം കൊണ്ട്, പീഡ കൊണ്ട്, ഭഗവാനെ പിരിഞ്ഞതിൻ്റെതായിട്ടുള്ള അത്യന്തമായിട്ടുള്ള വിരഹ ദുഃഖം കൊണ്ട് സങ്കുലമാനസരായിരുന്നു. വളരെയധികം പരവശരായിരുന്നു, ആകുല ചിത്തരായിരുന്നു, കലങ്ങി മറിഞ്ഞ മനസ്സോടുകൂടിയവരായിട്ട്. അങ്ങനെയുള്ള വ്രജാംഗനാനാം, ആ വ്രജസ്ത്രീകളുടെ മുമ്പിൽ, ഹേ കരുണൈക സിന്ധോ, കരുണക്കടലായ ഭഗവാനേ, ഗുരുവായൂരപ്പ, അങ്ങെന്ത് ചെയ്തു? ത്വം പ്രാദുരാസീഹി അയി ഗുരുവായൂരപ്പ, ത്വം പ്രാദുരാസീഹി, അങ്ങ് പ്രാദുർഭവിച്ചു. എങ്ങനെയായിട്ട്? ജഗത്രയീ മോഹന മോഹനാത്മാ, ജഗത്രയീ മോഹന മോഹനാത്മാ, മൂന്ന് ലോകങ്ങളെയും മയക്കുന്ന കാമദേവനേക്കാൾ ആ കാമദേവനെ മോഹിപ്പിക്കുന്ന മൂർത്തിയോടുകൂടി പരമസുന്ദരനായിട്ട് സാക്ഷാൽ മന്മഥനായിക്കൊണ്ട് ത്വം പ്രാദുരാസീഹി അയി അല്ലയോ ഗുരുവായൂരപ്പ. എങ്ങനെ? മന്ദഹാസി സ്മയമാന മുഖാംബുജഃ എന്ന ഭാഗവതം പറഞ്ഞപ്പോൾ സ്മയമാന മുഖാംബുജഃ, നല്ല പുഞ്ചിരിയോടുകൂടിയ മുഖകമലത്തോടുകൂടിയവനായിട്ട്. ഇവിടെ മന്ദഹാസി പ്രാദുരാസീ, മന്ദഹാസം തൂവുന്നവനായിക്കൊണ്ട്, ചിരിച്ചുകൊണ്ട് അങ്ങ് സാക്ഷാൽ മന്മഥനായി അവരുടെ മുമ്പിൽ കരുണാമൂർത്തിയായി പ്രത്യക്ഷനായി അവരെ സന്തോഷിപ്പിച്ചു. തദാ വ്യദാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹന മോഹനാത്മാ ത്വം പ്രാദുരാസീഹി അയി മന്ദഹാസീ. സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്വ്യഃ സഹസാ തദാനീം കിം കിം ന ചക്രുഃ പ്രമദാദിഭാരാദ് സത്വം ഗദാത് പാലയ മാരുദേശ. സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്വ്യഃ സഹസാ തദാനീം കിം കിം ന ചക്രുഃ പ്രമദാദിഭാരാദ് സത്വം ഗദാത് പാലയ മാരുദേശ. സന്ദിഗ്ധ സന്ദർശനം ആത്മകാന്തം ത്വാം സഹസാ വീക്ഷ്യ. ആത്മകാന്തം എന്ന് പറഞ്ഞാൽ അവനവന് പ്രിയപ്പെട്ടവൻ, പ്രിയതമനായിരിക്കുന്ന ത്വാം. ആത്മകാന്തം ത്വാം, പ്രിയതമം ത്വാം, സഹസാ വീക്ഷ്യ, പെട്ടെന്ന് കണ്ടിട്ട്. അതെങ്ങനെയുള്ളവനായിട്ട്? സന്ദിഗ്ധ സന്ദർശനം, സന്ദർശനത്തെക്കുറിച്ച് സന്ദിഗ്ധരായിരുന്നു അവര്. സന്ദിഗ്ധരെന്നാൽ സന്ദേഹമുള്ളവർ. ഇനിയും കാണുമോ എന്നുള്ള ശങ്കയുണ്ടായിരുന്നു. അതോ പറ്റിച്ചതാണോ, ഇനി തിരിച്ചു വരില്ലയോ ഭഗവാൻ, നമ്മളെ വഞ്ചിച്ചുപേക്ഷിച്ചുവോ എന്ന് കരുതിയെടുത്തുനിന്നാണ് ആ സന്ദേഹമുണ്ടായിരുന്നപ്പോൾ യാദൃച്ഛികമായതാ കണ്ടുകിട്ടി ഭാഗ്യം. അപ്പോൾ ഇനിയും കാണുമോ എന്ന് സംശയിച്ചിരുന്ന ആ പ്രിയതമനായ ഭഗവാനെ പെട്ടെന്ന് കണ്ടതായിട്ടുള്ള തന്മ്യഹ ആ സുന്ദരികളായ സ്ത്രീകൾ തദാനീം പ്രമദാദിഭാരാത്
അപ്പോൾ അവർക്കുണ്ടായ പ്രമദം പ്രകർഷേണയുള്ള മതം ഇവിടെ സന്തോഷം എന്നർത്ഥത്തിൽ, സന്തോഷ അതിഭാരം കൊണ്ട്, അതിശയമായ സന്തോഷം കൊണ്ട്, അത്ഭുതം കൊണ്ട്. കിം കിം ന ചക്രുഹു, എന്തൊക്കെ ചെയ്തില്ല, എന്തൊക്കെ ചെയ്തില്ല. എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുന്നതിനേക്കാൾ എന്തൊക്കെ ചെയ്തില്ല എന്ന് ചോദിക്കുന്നതാണ് എളുപ്പം. കാരണം എല്ലാം ചെയ്തു. അവര് എന്തെങ്കിലും ചെയ്യാൻ വിട്ടിട്ടുണ്ടോ എന്നേ ചോദിക്കാനുള്ളൂ. ഒന്നും വിട്ടിട്ടില്ല. കിം കിം ന ചക്രുഹു, എന്തെന്ത് ചെയ്തില്ല, എല്ലാം ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഭഗവാന്റെ ശരീരത്തിൽ ഓരോ ഭാഗം പിടിച്ചു വലിച്ച് ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും മത്സരിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ്. അപ്പോൾ അതാണ് കിം കിം ന ചക്രുഹു എന്ന ഒരൊറ്റ ചോദ്യത്തിൽ മേൽപ്പത്തൂർ ഒതുക്കി. അങ്ങനെയുള്ള മാരുദേശ, ഗുരുവായൂരപ്പ, സഹത്വം മാം ഗദാത് പാലയ, അങ്ങനെയുള്ള അങ്ങ് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും, എൻ്റെ വാദരോഗത്തെ നീക്കി എന്നെയും സന്തോഷിപ്പിച്ചാലും, കരുണാസിന്ധുവല്ലേ അങ്ങ്, ഗോപികമാർക്ക് സന്തോഷം കൊടുത്തില്ലേ, എനിക്കും തരൂ. സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്മ്യഃ സഹസാ തദാനീം കിം കിം ന ചക്രുഹു പ്രമദാദിഭാരാത് സത്വം ഗദാത് പാലയ മാരുദേശ, സത്വം ഗദാത് പാലയ മാരുദേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പിന്നെ ഗോപികമാരും ഭഗവാനുമായിട്ടുള്ള സന്തോഷ പ്രകടനങ്ങളാണ് 68-ാം ദശകം. അത് നമുക്ക് നാളെ കാണാം. ഹരി ഓം. വൈകുന്നേരം നോക്കാം. നാരായണ. 4:30 കാണാം ഗീതാ ക്ലാസ്സുമായിട്ട്. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. ഹരി ഓം. വൈകിട്ട് കാണാം. ഹരി ഓം.